കാലഹോരാധിപൻ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്ന ഭ്രമണവീതിക്ക് കാലചക്രം എന്നു പറയുന്നു. ഈ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 2.5 നാഴിക വീതമുള്ള 24 മുഹൂർത്തങ്ങൾ ആവശ്യമാണ്. ഇതിലെ ഒരു മുഹൂർത്തത്തിനെയാണ് കാലഹോര എന്ന് പറയുന്നത്. ഈ കാലഹോരങ്ങൾക്ക് ഓരോ അധിപന്മാർ ഉണ്ട്. ഈ അധിപന്മാർ സൂര്യാദി സപ്തഗ്രഹങ്ങളാണ്. സൂര്യ ഉദയവേളയിൽ ഏത് കാലഹോരാധിപനാണോ നിൽക്കുന്നത് ആ പേരാണ് ആ ദിവസത്തിന് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച ഉദയത്തിന് കാലഹോരാധിപൻ സൂര്യനായിരിക്കും. ഓരോ 2.5 നാഴിക ഓരോരുത്തർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അവരവരുടെ കാലഹോരയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ജ്യോതിഷപ്രകാരം പ്രത്യേക നിലയുണ്ട്. ഞായറാഴ്ച സൂര്യനും, തിങ്കളാഴ്ച ചന്ദ്രനും, ചൊവ്വാഴ്ച കുജനും, ബുധനാഴ്ച ബുധനും, വ്യാഴാഴ്ച വ്യാഴത്തിനും, വെള്ളിയാഴ്ച ശുക്രനും, ശനിയാഴ്ച ശനിക്കും പ്രത്യേക ബലമുള്ള ദിവസമാണ്. ഒരു ദിവസം കൊണ്ട് ഭൂമി 12 രാശികളെയും തരണം ചെയ്യുന്നു. അതുകൊണ്ട് 2 കാലഹോര അല്ലെങ്കിൽ 5 നാഴിക ഭൂമി ഒരു രാശിയിൽ ഉണ്ടാകും. സൂര്യൻ, കുജൻ, ശനി എന്നിവ പാപഗ്രഹങ്ങളും ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവ ശുഭഗ്രഹങ്ങളുമായാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ശുഭഗ്രഹങ്ങളുടെ കാലഹോരങ്ങളിൽ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായി കലാശിക്കുമെന്നും പാവഗ്രഹങ്ങളുടെ കാലഹോരങ്ങളിൽ തുടങ്ങുന്നവ അശുഭമായി അവസാനിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മുഹൂർത്തങ്ങൾ നിശ്ചയിക്കുന്നതിൽ കാലഹോരയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെടാറുണ്ട്. ശുഭഗ്രഹങ്ങളുടെ കാലഹോരങ്ങളിൽ ജനിക്കുന്നവർക്ക് ശുഭാനുഭവങ്ങളും പാവഗ്രഹങ്ങളുടേതിൽ ജനിക്കുന്നവർക്ക് അശുഭാനുഭവങ്ങളും ഉണ്ടാവുമെന്നും ജ്യോതിഷം പറയുന്നു.